ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ലഞ്ച് മേക്കിംഗ് ആണ് ഉദ്ദേശം. ഉച്ചയൂണെന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഒരു നാടൻ ഊണും ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തനി നാടനാണ്. അപ്പോൾ ഞാൻ കൂടുതലും നാടൻ ഫുഡ് തന്നെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. ഇടയ്ക്കൊക്കെ നമ്മൾ വല്ലതും കഴിക്കും, എങ്കിലും ഉച്ചയ്ക്ക് ഒരു നാടൻ ചോറും കറിയൊക്കെ കഴിക്കാൻ ഒരു സുഖമല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. മുട്ടയില്ലാതെ പ്യുവർ വെജായിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സമയമാണ്. കാരണം അപ്പോൾ ക്രിസ്ത്യൻ ഫാമിലീസ് ഒക്കെ ആണെങ്കിലും ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള നോമ്പ് തുടങ്ങി അതിൻ്റെ ഒരു സമയമാണ്. പിന്നെ മുസ്ലിം ഫാമിലീസിലാണെങ്കിൽ ഇനി പെരുന്നാളൊക്കെ വരികയാണ്, അതിൻ്റെ നോമ്പ് തുടങ്ങുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും വെജിറ്റേറിയൻ ഫുഡിന് ഹൈ ഡിമാൻഡുള്ള സമയമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കോളിഫ്ലവർ വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ ഒഴിച്ച് കറി, വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഒഴിച്ച് കറി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു വെണ്ടയ്ക്ക, എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ കാണുക. ഓക്കെ, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കുറച്ച് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ. പിന്നെ ഇത് കഴിഞ്ഞിട്ട്, ലഞ്ച് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് പോകണം. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ചാല ബസാറിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് ലഞ്ചും കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഞാൻ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. തുടങ്ങിയാലോ? അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയും ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നു. ഇനി എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഇളം ബ്രൗൺ കളറാക്കി എടുക്കണം. ഒരുപാട് ബ്രൗൺ ആകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ. ഇനി ഇത് ചട്ടിയിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ തേങ്ങയുടെ പാർട്ട് മാറ്റി വയ്ക്കുന്നു. അത് അവസാനം നമ്മളിനി ചേർക്കുള്ളൂ. ഇതേ ചട്ടിയിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം എല്ലാം ചേർത്തിട്ടുണ്ട്. അതേ നോക്കി എല്ലാം കൂടി നന്നായിട്ട് പൊട്ടി വരുന്നു. അപ്പോൾ ഇത് മൂക്കുമ്പോഴാണ് ഇങ്ങനെ പൊട്ടി വരുന്നത്. ഇനി ഒരു 4 വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ, മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റ് തന്നെ വേണ്ട കേട്ടോ, പാകത്തിനെല്ലാം മൂത്ത് കിട്ടും. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിലാണ് ഞാൻ ഇനി കോളിഫ്ലവർ ചേർക്കുന്നത്. ഇപ്പോൾ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത കോളിഫ്ലവറാണ്. ഇത് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. ഗ്രേറ്റർ വെച്ചിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോഴാണ് ഇങ്ങനെ പൊടി പോലെ കിട്ടുന്നത്. കൈ കൊണ്ട് കൊത്തി അരിഞ്ഞും എടുക്കാം, പക്ഷേ ഗ്രേറ്റർ ഈസി ആയിരിക്കും. നമ്മളിപ്പോൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്താൽ മതി. കോളിഫ്ലവർ ഇതുപോലെ പൊടിഞ്ഞ് വരും, ചെറിയ പൊടികളായിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പോളം വരും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത കോളിഫ്ലവർ. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി കുറച്ച് പൊടികൾ ചേർക്കാൻ പോകുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയാൻ വേണമെങ്കിൽ. നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാ ഭാഗത്തേക്കും ആക്കാം. ഇനി കുറച്ച് വെള്ളം, തളിക്കാനുള്ള വെള്ളം മതി ശരിക്കും പറഞ്ഞാൽ, ഒരു 1/4 കപ്പ് വെള്ളം എന്ന് പറയാം. അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നടുക്ക് ഭാഗത്തേക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ട് ചട്ടി ഇങ്ങനെ ഒരു പാത്രം വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ഇടത്തരം തീയിൽ ആവി കയറ്റാം. അത്രയും മതി. ആ ഒരു സ്റ്റീം കയറുമ്പോൾ തന്നെ കോളിഫ്ലവർ റെഡിയാകും, നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് നോക്കിയാൽ അടപ്പ് മാറ്റാൻ പോകണു. 5 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നോക്കൂ, നന്നായിട്ട് ആവിയിൽ വെച്ചിട്ട് തന്നെ കോളിഫ്ലവറും എല്ലാ കാര്യങ്ങളും പാകത്തിന് വെന്ത് കഴിഞ്ഞു. എല്ലാം പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് നോക്കിയാൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ഇതിനോടൊപ്പം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഇറച്ചിയുടെയൊക്കെ മണം കേട്ടോ വരുന്നത്, ഇറച്ചി മസാലയൊക്കെ ചെയ്യണ പോലെ. ഇനി എന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ഫൈനലായിട്ട് നേരത്തെ ഞാൻ വറുത്ത് മാറ്റിയില്ലേ തേങ്ങാക്കൂട്ട്, തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി തോർത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, എന്ത് പെട്ടെന്നായില്ലേ. നോക്കിയേ, ടെക്സ്ചർ നോക്കിയേ, റെഡിയായി കഴിഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ കോളിഫ്ലവർ തോരൻ ഈസ് റെഡി. വളരെ പെട്ടെന്നായില്ലേ, സോ ഈസി. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പാര ടേസ്റ്റാണ് കേട്ടോ, ഒരു നോൺ വെജ് കഴിക്കുന്ന പോലെ ഇരിക്കും. ഇനി അടുത്തത് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു പുളിക്കറി ചെയ്യാൻ പോകും. പുളിക്കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു പുളി എന്ന് പറഞ്ഞാൽ കുഴമ്പ് മാതിരി ഇരിക്കുന്നതാണ് വെണ്ടയ്ക്ക പുളി. ഇനി ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കടുക്, 1 ടീസ്പൂൺ കടുകും ഒരു 4 വറ്റൽമുളക് മുറിച്ചതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും ചേർത്തു. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞതും ഒരു വലിയ സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് ഒരു എന്താ പറയുക, ഒന്ന് വാടി വരണം, കുറച്ചൊന്ന് മൂക്കാൻ തുടങ്ങുന്നൊരു പാകം. വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുത്ത കാര്യം ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. സവാള ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക നല്ല പിഞ്ച് വെണ്ടയ്ക്ക, അതായത് ടെൻഡർ വെണ്ടയ്ക്കയാണ് ഏറ്റവും നല്ലത്. അതിങ്ങനെ നീളത്തിന് തന്നെ അരിയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് ചെറുതാണെങ്കിൽ അത് പിന്നെ 2ആയിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, നീളത്തിൽ മുറിച്ചാൽ മതി. 2ആയിട്ട് കുറുകെ മുറിക്കേണ്ടി വരില്ല, നീളത്തിന് മുറിച്ചാൽ മതി. നീളമുള്ള വെണ്ടയ്ക്കാണെങ്കിൽ ഒന്ന് കുറുകെ 2ആയി മുറിച്ചിട്ട് പിന്നെ നീളത്തിൽ ഇങ്ങനെ നെടുകെ ഒന്നുകൂടി ഒന്ന് മുറിക്കുക, അത്രേ ഉള്ളൂ. ആ രീതിയിൽ എല്ലാ നീളത്തിന് തന്നെ ഞാൻ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർക്കുന്നു, നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ ഒന്നും ആകണ്ട, പക്ഷെ നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലെ ഒന്ന് കുഴമ്പ് പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുന്നു, ചെറിയ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. ഇത് നോക്കിയേ, ഇപ്പോൾ ആ കറക്റ്റ് പാകമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോകുന്നു. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം ഇങ്ങനെ നന്നായിട്ട് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് ഒരുപാട് ചൂടിലിട്ട് ചെയ്യരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ പാകമായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പാകത്തിന് മൂത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയിലൊക്കെ ഇങ്ങനെ പിടിച്ച് ആ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരൊറ്റ ചെറിയ കാര്യം കൂടിയേ ഉള്ളൂ, കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുന്നു. ഇത് വെണ്ടയ്ക്ക പുളിയല്ലേ, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്ത് ഇങ്ങനെ പിഴിഞ്ഞ് റെഡിയാക്കി വെക്കണം. അതാണ് ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത്. ഒരു 1/4 കപ്പ് പുളിവെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ വെണ്ടയ്ക്കയും സവാളയും എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വെന്ത കുഴഞ്ഞ ഒരു കുഴമ്പ് പാകമായിട്ട് വരും. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെയൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. പാകത്തിന് ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇനിയും ചേർക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലൊരു കുഴമ്പ് പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, പക്ഷേ 1/2 മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പുളിയുടെ ഒരു ഇതൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. റെഡിയായി കഴിഞ്ഞു. ഫൈനൽ സ്റ്റേജിലെത്തി. വെണ്ടയ്ക്ക കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇനി പാത്രത്തിൽ നിന്നും ഞാൻ വിളമ്പ് ചട്ടിയിലേക്ക് മാറ്റുകയാണേ. ഇത് നോക്കിയേ, കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തവിയിൽ ഇച്ചിരി പറ്റിയിരിക്കുന്നുണ്ട്. ആഹാ, രക്ഷയില്ല. എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ടു ഗുഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് മാത്രം മതി ചോറ്. ഒരു കലം ചോറുണ്ണാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് ഒരു എന്താ പറയുക, ഒരു നേരത്തെ ചോറുണ്ണാൻ ഇത് ധാരാളം മതി. ഒരു വെള്ളച്ചോറിൻ്റെ കൂടെ ആഹാ എന്താ ടേസ്റ്റ് അറിയാം. ഇത് ചപ്പാത്തിക്കും വളരെ നല്ലതായിരിക്കും കേട്ടോ.
എന്തായാലും സംഭവം റെഡി. നമ്മുടെ വെണ്ടയ്ക്ക പുളി ഈസ് റെഡി. ഇനി ഒരു മോർ കുഴമ്പ് ഉണ്ടാക്കാൻ പോകണം. മോർ കുഴമ്പെന്ന് പറയാം, കുഴമ്പെന്ന് പറയാം. ഒരു മോര് ഒഴിച്ച കറിയാണ്, കുറുകിയത്. അപ്പോൾ ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി തുടങ്ങി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകും പൊട്ടി തുടങ്ങി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ എല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം മൂത്ത് തുടങ്ങി ഒരു 3 വറ്റൽ മുളക് മുറിച്ചത് ചേർക്കുന്നു. വീണ്ടും വഴറ്റി മൂപ്പിക്കാം. ഒരു വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർക്കുന്നു. ഒരു 4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരും. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഇതെല്ലാം ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. ഇനി ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുന്നു. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. അപ്പോൾ മല്ലിയിലയും എല്ലാം ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഒന്ന് വഴണ്ട് മൂത്ത് കിട്ടും. ഇത് നോക്കിയാൽ നന്നായിട്ട് മൂത്ത് വാടിക്കഴിഞ്ഞു. അതിൻ്റെ കളറൊക്കെ ഒന്ന് വാടി ഇങ്ങനെ റെഡി ആയിരിക്കുവാണ്. ഇനി ഒരു വലിയ സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതും കൂടി ചേർക്കുന്നു. സവാള അരിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു 1-1.25 കപ്പോളം വരും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. ഒരു 1/2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നു. ഇനി വഴറ്റി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറി ഏകദേശം ഒരു 10-15 സെക്കൻഡ് തന്നെ ധാരാളം മതിയാകും. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. എല്ലാം കൂടി പാകത്തിന് മൂത്ത് കുഴഞ്ഞ പാകത്തിനായി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒരു ഇടത്തരം ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കിയാൽ കറക്റ്റായിട്ട് എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഓവർ ബ്രൗൺ ആയിട്ടില്ല. തീ ഓഫാക്കുന്നു. ഇനി നന്നായിട്ട് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് കുറുകിയ മോര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി മോരായിട്ട് തന്നെ ഒഴിക്കാതെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി കുറുകിയ മോരൊഴിക്കുന്നു. ഏകദേശം ഒരു 3 കപ്പോളം ഉണ്ട്. ഒരു 2 കപ്പ് തൈര് എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുറുകിയ മോര് ഇതുപോലെ കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഭവമാണ്. നല്ല റിച്ചായിട്ട് തോന്നില്ലേ? എനിക്ക് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നും. അയ്യോ ദൈവമേ. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് പോരാത്തത് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നു. എന്നാലേ ആ ഒരു തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുള്ളൂ. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത്. ഇത് നല്ലൊരു മിക്സിങ്, ഇത്ര മതി. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് പറയാൻ വാക്കുകളില്ല. ടു ഗുഡ് എന്ന് ഇതിനും പറയേണ്ടി വരും. ഇത് മാത്രം മതി ചോറുണ്ട്. ഞാൻ എല്ലാത്തിനെ കുറിച്ചും ഇപ്പോൾ അങ്ങനെ പറയുന്നത്. നല്ല കുറുകിയ മോര് കുഴമ്പ് റെഡി. അപ്പോൾ ഇതും മാറ്റി വയ്ക്കുന്നു. ഇനി മുട്ട പൊരിച്ചതും കൂടി റെഡിയാക്കുന്നു. അതായത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് അതിന് വേണ്ട മസാല ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണോളം പിരിയൻ മുളകിൻ്റെ പൊടി, അതായത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് ഉപ്പ്, നല്ലൊരു മിക്സി. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നു. ഇനി 2ആയിട്ട് മുറിച്ച് പുഴുങ്ങിയ മുട്ട, ഒരു 5 എണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പീസ് എന്ന് പറയാം. ഇങ്ങനെ മഞ്ഞക്കുരു താഴെ വരുന്ന രീതിയിൽ ഇങ്ങനെ കമിഴ്ത്തി ആദ്യം വെക്കുന്നു. യെല്ലോ സൈഡ് ഡൗൺ. ഇനി ആ സൈഡൊന്ന് മൂക്കട്ടെ. ആ സൈഡ് മൂത്തിട്ടുണ്ട്. സാവധാനം, അപ്പോൾ ഒരുപാട് തീയിലിട്ടല്ല മൂപ്പിക്കേണ്ട, ഇടത്തരം തീയിൽ അല്ലെങ്കിൽ ചെറിയ തീയിൽ. ഇനി സാവധാനം ഒരു സ്പൂണിൻ്റെ സഹായത്തോടുകൂടി 2 സ്പൂണിൻ്റെ സഹായത്തോടുകൂടി തിരിച്ചിടും. ഇനി വൈറ്റ് സൈഡ്, അതിൻ്റെ വെള്ള ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മൂക്കട്ടെ. ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകും കേട്ടോ ഇതിങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കണ്ട, ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. എന്തായാലും 2 സൈഡും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാലയിലെ പൊടികൾ അതിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ തൂവി കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. ഒരു 2 മിനിറ്റ് മതിയാകും, ധാരാളം മതിയാകും.
ഓൾറെഡി പാകത്തിന് മൂത്തിരിക്കുകയാണ് മുട്ടയുടെ രണ്ട് സൈഡും. അപ്പോൾ ഈ ഒരു ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഈ പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് മുട്ട പൊരിച്ചത് റെഡിയാകും. റെഡിയായി കഴിഞ്ഞു. മുട്ട പൊരിച്ചത് റെഡി. ഇനി അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. സംഭവം റെഡി. ഇനി ഫൈനലായിട്ട് ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാൻ പോകണം. പൈനാപ്പിൾ വെച്ചിട്ടാണ്. പൈനാപ്പിൾ മുളക് ചമ്മന്തി. ഇതിൽ കുക്കിംഗ് പാർട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ അരച്ചെടുക്കുന്ന ഒരു കാര്യമുള്ളൂ. റോ ആയിട്ട് ഒരു 2 കപ്പോളം പൈനാപ്പിൾ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവാളയുടെ പകുതി റഫായിട്ട് അരിഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഒരു വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ 2ആയിട്ട് മുറിച്ചതാണ്. അപ്പോൾ ചെറുതോ മീഡിയം പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഈ സമയത്ത് ഞാൻ ചേർക്കുന്നു. കുറച്ച് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റാം. തരിതരിപ്പായിട്ടൊന്ന് അരച്ചിട്ട് വരാം. തരിതരിപ്പായിട്ട് അരയ്ക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 2 അടി അടിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു ഒന്ന് ക്രഷ് ചെയ്താൽ തന്നെ ഈ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടും. നോക്കിയേ, റെഡിയാണ്. ആയിക്കഴിഞ്ഞു. തരിതരിപ്പായി അരഞ്ഞു വന്നു. കറിവേപ്പില ഒന്ന് കൈ കൊണ്ടൊന്ന് മുറിച്ചിടാം. ഫിംഗേഴ്സ് കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ കൂടി വേണം. ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നു. കുറച്ച് ഉപ്പും കൂടി. ഇനി ഒരു നല്ലൊരു മിക്സിങ് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ പൈനാപ്പിൾ മുളക് ചമ്മന്തി ഇൻസ്റ്റൻ്റാണ്, റെഡിയായി കഴിഞ്ഞു. ഇത് ശരിക്കും കുറച്ച് നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. ആദ്യം തന്നെ ഇതുണ്ടാക്കി വെച്ചാൽ കഴിക്കുന്ന സമയമാകുമ്പോൾ ഇത് നല്ല പദം വന്നിരിക്കും കറക്റ്റായിട്ട്. അപ്പോൾ ആ ഉള്ളിയുടെ റോ ടേസ്റ്റൊക്കെ കുറേ കൂടി കുറഞ്ഞ് ഇതൊരു എന്താ പറയുക, മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു എക്സലൻറ്റ് കാര്യമായിരിക്കും. ഒരു അടിപൊളി കാര്യം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പൈനാപ്പിൾ മുളക് ചമ്മന്തി. അങ്ങനെ നമ്മുടെ വിഭവങ്ങളൊക്കെ ഏതാണ്ട് റെഡി. ഇന്നിപ്പോൾ വൈറ്റ് റൈസാണ്. ഇത് പൊന്നിയരി ചോറ്, നല്ല ചൂട്. ഇതിപ്പോൾ ജസ്റ്റ് വേവിച്ച ഊറ്റിയെടുത്തതേ ഉള്ളൂ. അങ്ങനെ കോളിഫ്ലവർ തോരൻ, സ്പെഷ്യൽ തോരനാണ്. വളരെ സ്പെഷ്യൽ, നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഇതൊരു മോര് കുഴമ്പെന്ന് പറയാം, മോർക്കുഴമ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെണ്ടയ്ക്ക പുളിയാണ്, വെണ്ടയ്ക്കപ്പുളി. മുട്ട പൊരിച്ചത്, പിന്നെ പൈനാപ്പിൾ മുളക് ചമ്മന്തി. സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. ഓക്കെ, എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി വിളമ്പാം. അങ്ങനെ നല്ല ചൂട് ചോറ് ഇവിടെ റെഡി. കറികളെല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റ്. ഇനി വിളമ്പട്ടെ പ്ലേറ്റിലേക്ക്. ബാക്കി ആരും കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആ ഒരു പാറ്റേൺ ആയതുകൊണ്ട് ആദ്യമേ തന്നെ വിളമ്പുന്നു, കഴിക്കുന്നു. അങ്ങനെ ചൂട് പൊന്നിയരി ചോറ്. ഓക്കെ, നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഇങ്ങനെ കുഴമ്പ് മാതിരി ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ ആയി വരും. അതാണ് പാകം. എന്താ ടേസ്റ്റ് അറിയോ, രക്ഷയില്ലാത്ത ടേസ്റ്റ്. കോളിഫ്ലവർ സ്പെഷ്യൽ തോരൻ. അത് ഇറച്ചി തോരൻ തോറ്റു പോകും, ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി മുട്ട പൊരിച്ചത് വെക്കട്ടെ. ഇനിയാണ് സ്പെഷ്യൽ കറി. ഇത് പൈനാപ്പിൾ മുളക് ചമ്മന്തി, പച്ച ചമ്മന്തിയാണ്. പക്ഷേ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം മുന്നേ ഉണ്ടാക്കി വെച്ചാൽ ആ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് കുറച്ചുകൂടി, ആ റോ ടേസ്റ്റ് മാറിയിട്ട് കുറച്ചുകൂടി നല്ലൊരു ഇതുമായിട്ട് നല്ല ചേർന്ന് വരും. നമ്മുടെ കുറുകിയ മോർ കുഴമ്പ്. ഓക്കെ, ആ ഉള്ളിയെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്, ഇത് മാത്രം മതി ചോറുണ്ണാൻ.
ഇതാണ് ഇന്നത്തെ മെനു. കഴിച്ചു തുടങ്ങാൻ പോകുന്നു. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. അതെ, മോർ കുഴമ്പ് ആൻഡ് റൈസ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ പൊന്നേരിയൊക്കെ വയലിട്ട് അലിഞ്ഞു പോകും. പ്രത്യേക സ്വാദാണ് കേട്ടോ. ചമ്പാവരിയുടെ കൂടെ കഴിക്കാനേക്കാളും ടേസ്റ്റ് തോന്നും ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. അതിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുകയും ചെയ്യും. എക്സലൻ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോൾ പഞ്ചസാര ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ ചേർത്താലും തെറ്റില്ല, നല്ലതായിരിക്കും. അധികം പുളിയില്ലാത്ത തൈര്. ഇച്ചിരി പുളിയുള്ള തൈരാണെങ്കിൽ പോലും പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കയറ്റിയാൽ മതി. കോളിഫ്ലവർ തോരൻ. ഓക്കെ, ഒരു ഇറച്ചിത്തോരൻ കഴിക്കുന്ന പോലെ ഉണ്ട്. ടേസ്റ്റ്. ഗരം മസാല ഇടാൻ മറക്കരുത്. വെണ്ടയ്ക്കപ്പുളി, ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. കറിയല്ല, കുഴമ്പ് പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക പുളിക്കുഴമ്പെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, കുഴപ്പമില്ല. വെണ്ടയ്ക്ക പുളി എന്നാണ് ഞാൻ പറയുന്നത്. പുളി ചേർത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റിച്ചല്ലേ എടുക്കുന്നത്, കുഴമ്പ് പോലെ. ഇതിലിച്ചിരി പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, ആ ഒരു പുളി ബാലൻസ് ചെയ്യാൻ. ആഹാ, ആ പുളിയും വെണ്ടയ്ക്കയും, പുളി ചേർക്കുന്നുണ്ട് വെണ്ടയ്ക്കയുടെ ആ ഒരു സ്ലൈമി ആ ഒരു ടെക്സ്ചർ നന്നായിട്ട് മാറും. ആ പുളിയും ഇതും നമ്മളൊരു പുളിമുട്ടായിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് കിട്ടും. എക്സലൻ്റാണ്. ഉണ്ടാക്കി നോക്കാം കേട്ടോ. എരിവൊക്കെ വേണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം, നമ്മളോട് കൂടി അങ്ങനത്തെ. ഇനി സ്പെഷ്യൽ നമ്മുടെ പൈനാപ്പിൾ മുളക് ചമ്മന്തി. അത് വെറുതെ കുറച്ച് റൈസിൻ്റെ കൂടെ മാത്രം ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു സ്പെഷ്യലാണ്. അത് മാത്രം മതി ചോറുണ്ട്. ഇതിലെ കറികൾ ഓരോന്നും മാത്രം മതി ചോറുണ്ട്, അതാണ് സത്യം. പൈനാപ്പിളിന് ആ ഒരു മധുരവും ഒരു പുളിയും ഇച്ചിരി എരിവും പിന്നെ ആ ഒരു ഉള്ളിയുടെ ഒരു ചെറിയൊരു റോ ടേസ്റ്റും വെളിച്ചെണ്ണയും എല്ലാം കൂടി വരുമ്പോൾ എക്സലൻ്റ്. അയ്യോ, എനിക്ക് പറയാൻ വാക്കുകളില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, സ്വന്തമായിട്ട് കഴിക്കുന്നു, ടേസ്റ്റിനെ കുറിച്ച് വർണ്ണിക്കുന്നു അല്ലേ. സത്യമാണ് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ആ മുട്ട എല്ലാവർക്കും അറിയണതാണ്. മുട്ട പൊരിച്ചത് എടുക്കട്ടെ. നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്, കുറച്ച് ആ പുറം ഒക്കെ കുറച്ചുകൂടിയൊക്കെ മൊരിഞ്ഞ ആ ഒരു രീതിയിലിരിക്കും. അത്യാവശ്യം സ്പൈസിയാണ്. അഞ്ച് എഗ്, ചെറിയൊരു ക്രിസ്പിനെസ് അതിൻ്റെ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. എന്നിട്ട് മുരിച്ചിട്ട് വെറുതെ കഴിക്കാനും നല്ല. ഇനി എല്ലാം കൂടി ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യം മിക്സ് ചെയ്തിട്ട് ചോറ് കഴിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട, അച്ചാർ അങ്ങനെ ഒന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡാണ്. വേണമെങ്കിൽ ഒരു പപ്പടം ആവല്ലേ. അപ്പം ഇന്ന് ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നു, അതുകൊണ്ട് നേരത്തെ കഴിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇഷ്ടമാവും. ഇതിലേത് കറി വേണമെങ്കിലും കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം. 1-2 കറി വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും കറിയോട് കൂടി ചെയ്യാം. 2 തരം കോമ്പിനേഷനിൽ 2 ദിവസമായിട്ട് ചെയ്യാം, സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഞാൻ ഊണെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരത്തെ റോഡിൽ പുറത്തേക്ക് പോകും, കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട്. ചാല ബസാറിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ പോകണമെന്ന്. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. വാങ്ങുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം, എന്തൊക്കെയാണ് വിശേഷമൊന്നും. ഓക്കെ, അപ്പോൾ കഴിയുന്നില്ല വീഡിയോ. ഇനി ആ കാര്യങ്ങളും കൂടി കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്നില്ല, വൈൻഡിങ് അപ്പ് ഇല്ല. ഓക്കെ, കാണാം. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഇവിടെ ഞാൻ ചാല മാർക്കറ്റിലേക്ക് പോവാണ്. അവിടെ ഒരു കടയുണ്ട്. ആ കടയിലാണ്, അതാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി. നമ്മുടെ സോപ്പ് മേക്കിങ്ങിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം, അതിന് വേണ്ടിയിട്ട് പോകുന്നു. ചാലയ്ക്കകത്ത് കാറ് പാർക്കിംഗ് ഒന്നും പറ്റില്ല. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടൊന്ന് പാർക്ക് ചെയ്യും, പിന്നെ നടക്കാം. ചെറിയൊരു മഴക്കോളുള്ളത് പോലെ. വൈകുന്നേരമാണ് ഇപ്പോൾ സമയം.
അപ്പോൾ ഭാഗ്യ സ്റ്റോഴ്സിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് സോപ്പ് മേക്കിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ, അതായത് സോപ്പ് ബേസ് ഉണ്ടല്ലോ അല്ലേ, പിന്നെ അതുപോലെ ഷിയ ബട്ടർ ഉണ്ടാവുമോ, പിന്നെ ഗോട്ട് മിൽക്ക് ബേസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ട്രാൻസ്പെറൻറ്റ് വയ്ക്കാം ഒരെണ്ണം വെച്ചാൽ ഷിയ ബട്ടർ. ഓക്കെ, റെഡ് വൈനിൻ്റെ ഓക്കെ, റെഡ് വൈൻ. ചാർക്കോളും എടുത്തോളൂ. ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഒന്നല്ല, ഒരുപാട് സോപ്പുകൾ പല പല ടൈപ്പ്. ലോണ്ടറി പർപ്പസിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. കെമിക്കൽസ്. ഓക്കെ, ഈ പിന്നെ ഡൈ ഒക്കെ കിട്ടുമോ? മറ്റേ നമ്മുടെ ക്ലോത്ത്, ശരി, ക്ലോത്ത് ഡൈയിങ്, അതായത് കളർ മാറ്റാൻ. കളർ ഡൈ ചെയ്യണമെങ്കിലേ തുണികൾ വൈറ്റിലല്ലേ പറ്റുള്ളൂ, മറ്റു കളേഴ്സിലും പറ്റുമോ? അതിനെ കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ, അത് നരച്ചു തുടങ്ങുമ്പോൾ. ഓ ഓക്കെ ഓക്കെ, കളർ ഫെയ്ഡ് ആകുമ്പോൾ അതേ കളർ കൊടുത്ത് ബ്രൈറ്റ് ആക്കി എടുക്കുക. അതാണ് ഈ വൈറ്റ് കൊടുക്കുന്നത് അല്ലേ? വെള്ള മുണ്ടിനെ വെള്ള കുറച്ചുകൂടെ. അത് എന്താണ് കൊടുക്കുന്നത്? ഇല മുക്കി കഴിഞ്ഞാൽ ഒരു ബ്ലൂ ടിന്റ് വരും. അതിന് പകരം വൈറ്റ് തന്നെ കിട്ടും. റാണിപ്പാൽ ഫാബ്രിക് വൈറ്റ്നർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതായി. ഓ, അത് സ്റ്റാർച്ചിനുള്ളതാണോ? അത് സ്റ്റാർച്ചിങ്. ഓ, അപ്പോൾ ഇത് വാങ്ങിച്ചാൽ മതി അല്ലേ? ഞാനിവിടെ കഞ്ഞിവെള്ളം കൊണ്ടാണ് സ്റ്റാർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാച്ച് വരും. ഓ, സ്റ്റാർച്ച്. അത് ശരി. ഒരു ബക്കറ്റ് വെള്ളത്തിൽ എത്ര 5 തുണിയൊക്കെ മുക്കാൻ പറ്റും? 5 സാരിക്കെല്ലാം പറ്റും? 50 ml. ഓക്കെ, അത് കൊള്ളാമല്ലോ പരിപാടി. ഇത് ഗോട്ട് മിൽക്ക്, അതൊക്കെ എങ്ങനെയാണ് വില? കിലോയ്ക്ക് 270. ഷിയ ബട്ടർ കിലോയ്ക്ക് 270. ഇത് വൈൻ, റെഡ് വൈൻ 270. ഇത് സാധാരണ സോപ്പ് ബേസ് 250. അതെ, ഇത് ഹോൾസെയിലാണെങ്കിൽ കൂടുതൽ കുറയും. അതായത് ഒരു സോപ്പ് മേക്കിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ കുറയും. ഇതിപ്പോൾ റീറ്റെയിലായിട്ട് ഞാൻ വാങ്ങുകയാണെങ്കിൽ 250 കിലോയ്ക്ക്. കിലോ എന്ന് പറഞ്ഞാൽ കുറേ സോപ്പിനുണ്ടാവും. ഒരു 1/4 കിലോ തന്നെ ധാരാളം മതി. ഏകദേശം ഒരു കുറച്ച് സോപ്പ്, ഒരു 1/2 കിലോ ഒക്കെ വാങ്ങിച്ചാൽ 8 സോപ്പൊക്കെ ഉണ്ടാക്കാം. ഇതുപോലത്തെ സൈസ് ആണെങ്കിൽ 1/2 കിലോയിൽ 10 സോപ്പ് ഉണ്ടാക്കാം. ഇതിന് പെർഫ്യൂംസ് ഉണ്ട്, പല മണം കൊടുക്കുന്നത്. ഇനി കുറച്ച് മണക്കുന്ന കാര്യങ്ങൾ, പെർഫ്യൂംസ്. ഇത് പിയേഴ്സിൻ്റെ മണം കിട്ടും. ഇത് സാൻഡൽ മണം. ആഹാ, നല്ല മണം സാൻഡൽവുഡ് സോപ്പിൻ്റെ. ഇത് പിയേഴ്സിൻ്റെ മണം, എക്സാക്റ്റ് അത് തന്നെ കേട്ടോ. ഇത് മെഡിമിക്സിൻ്റെ മണം, ചന്ദ്രികയുടെ മണം. ആഹാ, പിന്നെ പപ്പായയുടെ ഒക്കെ ഞാൻ വേറെ മണം ഉള്ളതും കൂടി തരും. പിന്നെ അപ്പോൾ ഈ ലക്സിൻ്റെ മണം കറക്റ്റ് കേട്ടോ, എല്ലാം അത് തന്നെ. ഇത് ലാവൻഡർ. പിന്നെ പപ്പായ. ഇനി ഇത് സോപ്പ് ഇൻഡസ്ട്രി ഒരുപാട് പേര് വാങ്ങി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അല്ലേ? ജാസ്മിൻ. എന്തു മണോ പിച്ചിപ്പൂവിൻ്റെ ജാസ്മിൻ സോപ്പിൻ്റെ മണം ഭയങ്കര കേട്ടോ. ഇതെല്ലാം മറ്റേ പെർഫ്യൂംസാണ്. ഇതിന് പെർഫ്യൂം തന്നെ പറയാം അല്ലേ? സോപ്പ് പെർഫ്യൂം. അതൊക്കെ ഏതാ? ഇത് പപ്പായ. ഇത് വളരെ മൈൽഡാണ്, പക്ഷെ പപ്പായ ഒരു നല്ലൊരു മണം. ഓക്കെ, വേറെ എന്താ ഉള്ള ഫ്രൂട്ട് മണം? ഇത് ഇത്രയാണോ മെയിനായിട്ട് വരുന്നത്? ലാവൻഡർ കാണിച്ചു. ഓയ്യാ, ഇതാണ് സംഭവം. ഇതൊക്കെ എന്താ വില? ഇതൊക്കെ നമ്മൾ ഇത് മിനിമം ഇതിൽ കൊടുക്കുന്നത് ഇതിൻ്റെ ആവശ്യത്തിന് 60 rupees-ആണ്. 60 രൂപ ഒരെണ്ണത്തിന്. 20 ml വരെ വരും. 1 കിലോയ്ക്ക് 20 ml ആണ്. 1 കിലോയ്ക്ക് മാക്സിമം 20 ml മതി. അപ്പോൾ 20 ml ഇത്രയും മതിയാകും 1 കിലോയുടെ. ഇതുപോലെ സോപ്പ് ബേസോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ, ഷിയ ബട്ടറോ ഒക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രപ്പോർഷൻ. അപ്പോൾ ഇവരുടെ ഒരു കണക്കനുസരിച്ചിട്ട് 1 കിലോയിൽ നിന്നും 10 എണ്ണം വരെ കിട്ടും.
100 ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ 10 സോപ്പ്. അതാണൊരു കണക്ക്. 100 ഗ്രാമിൻ്റെ 10 സോപ്പ്. അപ്പോൾ ഒരു 100 ഗ്രാംസ് വെച്ച് വരും. ഓക്കെ, എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാം. കളേഴ്സ്, സോപ്പ് കളേഴ്സ്. അതിപ്പോൾ പ്യുർ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ബ്രൗണ്, വൈറ്റ്. ഇപ്പോൾ ലക്സിനൊക്കെ ആണെങ്കിൽ വൈറ്റ്, സാൻഡൽവുഡിന് യെല്ലോ. പിന്നെ ഇതെന്തിനാ? ഓറഞ്ച് ഏത് സോപ്പിനായിരിക്കും? ഓ, സാൻഡൽവുഡിന്. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ എന്തിനാണ് കൊടുക്കുന്നത്? പപ്പായക്ക് യെല്ലോ കൊടുക്കും അല്ലേ? ഓക്കെ, ഞാൻ നാച്ചുറൽ കളറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സോപ്പ് കളേഴ്സ്, അതും എല്ലാം വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങാൻ കിട്ടും. ഇത് കിലോയ്ക്ക് എന്താ വില പറഞ്ഞത്? 270. ഓക്കെ, 270. ഗ്രീൻ കളർ. ചന്ദ്രിക സോപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ മെഡിമിക്സ് ഉണ്ടാക്കണമെങ്കിൽ ഗ്രീൻ കളേഴ്സ് കൊടുക്കാം. പിന്നെ സോപ്പ് ബേസ്, പെർഫ്യൂംസ്. സോപ്പ് പെർഫ്യൂം. ഇതാണ് എൻ്റെ ഒരു മോഡൽ. പിന്നെ സോപ്പ് ബേസായിട്ട് ഉപയോഗിക്കുന്നത് ഷിയ ബട്ടറിൽ ചെയ്യാം. മാറി മാറി പല രീതിയിൽ ചെയ്യാം. വൈൻ കുക്കുംബറും വരുന്നുണ്ട്. കുക്കുംബർ ബേസ് വരുന്നുണ്ട്. ഇത് ലോണ്ട്രി സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അതിൽ ആവശ്യമുള്ള പൊടി എടുത്തിട്ട് കുറുക്കി അതിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഞ്ഞി മുക്കാനായിട്ട് ഉപയോഗിക്കും. 90 റുപ്പീസേ ഉള്ളൂ. ഇത് മറ്റേതാണെങ്കിൽ 180 അല്ലേ? ഇത് 180 ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ്. ഇത് കുറച്ചുകൂടി അധ്വാനം വേണം. ഇത് നമ്മൾ കുറുക്കി എടുക്കണം, കപ്പി കാച്ചുന്ന പോലെ. എന്നിട്ട് വെള്ളം മിക്സ് ചെയ്യണം. എന്താ വാങ്ങിക്കാൻ വന്നാ? ലോണ്ട്രി പർപ്പസിനുള്ള. ഓക്കെ, അലക്കുണ്ടോ? അലക്കി കൊടുക്കും അല്ലേ? ഓക്കെ. ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിന് ഇവർ ഇൻസ്ട്രക്ഷൻസും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ആ കിറ്റിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് എത്ര രൂപയെന്ന് പറഞ്ഞാൽ only 120 റുപ്പീസ്. സോപ്പ് സ്റ്റോൺ പൗഡറാണ് 200 ഗ്രാം. പിന്നെ ഇതെന്താ പറഞ്ഞത്? കാസ്റ്റിക് സോഡ. പിന്നെ പെർഫ്യൂം, കളറ്. ഇത്രയും കാര്യങ്ങളെ ആവശ്യമുള്ളൂ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇതേ പേപ്പറിലുണ്ട്. അത് ഞാൻ നോക്കി ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെല്ലാം കൂടെ 120. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കിലോ 200 ഗ്രാം വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. 600 ml വെള്ളം. അപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയും കൂടി കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 250 രൂപ ആകുമായിരിക്കും അല്ലേ? 25 സോപ്പ് കിട്ടും. ആ 25 സോപ്പ് നമ്മൾ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 10 രൂപയല്ലേ ആവുന്നുള്ളൂ ഒരു സോപ്പിന്. ഒരു ചന്ദ്രിക സോപ്പിന് അല്ലെങ്കിൽ വെളിയിൽ 30 ആവും, 35, 40 രൂപ. അപ്പോൾ ഭയങ്കര ലാഭമാണ് 25 രൂപയ്ക്ക് സോപ്പ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വിൽക്കുമ്പോൾ ലാഭം ഉണ്ടാവുന്നത്. ബാർ സോപ്പ് ഉണ്ടാക്കാനുള്ള മെത്തേഡും ഉണ്ട്. അതിൻ്റെ കിറ്റ് വേറെ ഉണ്ട്. അപ്പം തൽക്കാലം ഞാൻ ബാർ സോപ്പ് ഉണ്ടാക്കുന്നില്ല. ഞാൻ ഇത് മാത്രം ഉണ്ടാക്കാൻ പോകുന്നു, ചന്ദ്രിക സോപ്പ്. പ്ലാസ്റ്റിക് മോൾഡ് ഉണ്ടായിരുന്നു. അതാണ് എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഈ സിലിക്കോൺ മോൾഡ് വന്നത്. കോസ്റ്റ് കൂടുതലാണ്. ഇതിനെന്ത് വില ഒരെണ്ണം? അപ്പോൾ ഭയങ്കര നഷ്ടം. അപ്പോൾ സോപ്പിൻ്റെ ലാഭമൊക്കെ തീരും. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. എങ്കിലും ഒരു 25 എണ്ണത്തിന് എത്ര രൂപ മുടക്കണം? 1000 രൂപ കൂടുതൽ മുടക്കണ്ടേ? ദാറ്റ് ഇസ് നഷ്ടം. അപ്പോൾ പ്ലാസ്റ്റിക് ഇല്ല. ഇപ്പോൾ ഇത് 50 ഗ്രാംസിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതാണെങ്കിൽ 50 സോപ്പ് ഉണ്ടാക്കാൻ പറ്റി ഇത്രയും ഇതിൽ നിന്ന്. 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ ഇത് ഒരെണ്ണം കൂടി തരൂ. ഗോൾഡിന് നല്ല വിലയുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ട്രെയിൽ സെറ്റ് ചെയ്ത ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് പറയുന്നത്, സ്ക്വയറായിട്ട്. ഇത് നമ്മൾ വിൽപ്പനയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് ആക്കുകയാണെങ്കിൽ. ഇവിടെ നല്ല തിരക്കുണ്ട്. എത്ര പേര് വന്നു പോയി ഞാനിവിടെ നിൽക്കുന്ന സമയത്ത്. ഇപ്പോൾ ഡോവ് സോപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഇതാണ് മെത്തേഡ്. ഷിയ ബട്ടറിലാവാം, അല്ലെങ്കിൽ ഇതിന് അങ്ങനെ ഒരു വൈറ്റ് കളർ കിട്ടും. ഗോട്ട് മിൽക്ക് സൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി മേടിക്കുന്നു. സാൻഡൽവുഡിൻ്റെ പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്, സോപ്പ് പെർഫ്യൂം. പിന്നെ ഇത് ലക്സിൻ്റെ പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റിൽ നമുക്ക് ലക്സ് ചെയ്യാം. ഇപ്പോൾ ഡോവിൽ മഞ്ഞ കൊടുത്താൽ നമുക്കത് സാൻഡൽവുഡ് ആക്കി മാറ്റാം. യെല്ലോ കളറും കൊടുത്തിട്ട് സാൻഡൽവുഡിൻ്റെ പെർഫ്യൂം കൊടുത്താൽ മതി. ഓക്കെ, ഓറഞ്ച് ചേർക്കാം. അപ്പോൾ ആ കളർ കിട്ടും. ഓക്കെ, ഫൈൻ. അയ്യോ, പറഞ്ഞു. ശരി, ഇത്ര മതി. ഓക്കെ, അപ്പോൾ ഇത് എടുത്താം. ഓക്കെ, എല്ലാം കൂടി ചേർത്ത്. അപ്പോൾ ഈ സ്ഥലം മനസ്സിലായി. ചാലയ്ക്കകത്താണ് ഇത് ഭാഗ്യ സ്റ്റോഴ്സ്. ഈ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് വരും അല്ലേ? ഏകദേശം ഇവിടെ ഒരു പള്ളി ഉണ്ട്. അത് തന്നെ. ക്ലോറിനാ? അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഈ വെള്ള വസ്ത്രങ്ങൾ ഇതുപോലെ തറ കഴുകാനും ക്ലീനിങ്ങിനെല്ലാം വൃത്തിയാവാൻ, കുറച്ച് വെളുപ്പിക്കാൻ. ഈ കൊറോണ സമയത്ത് ഇതാണ് എല്ലായിടത്തും യൂസ് ചെയ്തത്. എന്തിനാ? ജേംസ് വരാതിരിക്കാനോ? ഓഹോ, സോഡിയം ഹൈപ്പോക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് തറ വൃത്തിയാക്കുക. അത് ശകലം പിന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് അല്ലാതെ തുടച്ച് കളയോ വാഷ് ചെയ്യോ ഒന്നുമില്ലേ? ഇതവിടെ ഇട്ടേക്കോ?
സ്പ്രേ ചെയ്തിട്ട് അത് വേപ്പറായി പോകും. നമ്മൾ തുടച്ച് കളയണ്ട. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വേപ്പറായി. ആണോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി. ഇനി പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോകാം. ഓക്കെ. തറ തുടയ്ക്കാനുള്ള സാധനം ലെമൺ ഗ്രാസിൻ്റെ മണം എല്ലാം മേടിച്ചിട്ടുണ്ട്. അത് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു ശകലം ഒഴിച്ചാൽ മതി. നല്ല പുൽത്തൈലത്തിൻ്റെ മണം വയ്ക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മുടെ മോപ്പിങ്ങിന് ഉപയോഗിക്കാം. ഓക്കെ. കവറിലാക്കും. എത്രയായി എന്ന് പറയാം? ഒരു ലോഡ് സാധനമായിട്ട് ഇറങ്ങുകയാണ്. സന്ധ്യയായി. നേരം ഇരുട്ടിക്കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പേരൊക്കെയൊക്കെ വാങ്ങുന്നു. ലോക്കൽ ഷോപ്പിംഗ്. നല്ല കളറുണ്ട്. മധുരവും കൂടി നോക്കിയാൽ മതി. താങ്ക് യു. പുള്ളി കഴുകിയിട്ടാണ് മുറിച്ചത്. കൊള്ളാം കൊള്ളാം. വീട്ടിൽ നിന്ന് പറിക്കുന്ന പോലെ ഉണ്ട്. ശാലയ്ക്കകത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ്. വഴിനീളെ കടകൾ, കുഞ്ഞു കുഞ്ഞു വെൻറ്റേഴ്സ് ഉന്തുവണ്ടിയിലൊക്കെ വെച്ച് ഇരിക്കും. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പുതിയൊരു ഫ്രൂട്ടാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ വില? ആപ്പിൾ പേരെന്നല്ലേ പറഞ്ഞു? എന്താ വില ഇത്? 160 കിലോയ്ക്കോ? കുറച്ചേ മേടിച്ചുള്ളൂ. കാര്യം ഒരു സാമ്പിളായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ആപ്പിൾ പെയർ അങ്ങനെ പുതിയൊരു ഫ്രൂട്ടായി. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ. അതേ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. എങ്ങനെ വില ഡ്രാഗൺ ഫ്രൂട്ടിന്? ഇതകത്ത് വൈറ്റ് ആണോ മറ്റേ കളറാണോ? അകത്ത് റെഡാണോ? ആണോ? ഇതിനെന്താ വില? ഇത് 240 ഒരു കിലോയ്ക്ക് വില. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ ചാലയിൽ. ചാലയ്ക്കകത്തുകൂടി ഇങ്ങനെ നടന്നാൽ നല്ല രസമാണ്. രണ്ട് സൈഡിലും കടകൾ, വഴിയിലെല്ലാം ഇങ്ങനെ ഉന്തുവണ്ടിയിൽ കുറേ സാധനങ്ങൾ, പിന്നെ എന്താ ജുവലറീസ്, എല്ലാം ലോക്കലായിട്ട് കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം. നമുക്ക് കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. കൈ നിറയെ സാധനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വീടൊക്കെ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ അകത്തെല്ലാം ആൾക്കാരുണ്ടെന്നർത്ഥം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ പോകാനുള്ള സ്ഥലം മനസ്സിലല്ലോ. ഭാഗ്യ സ്റ്റോഴ്സ്. ചാലയിൽ ഇഷ്ടം പോലെ ഇങ്ങനെ നല്ല നല്ല കടകളുണ്ട് കേട്ടോ. നല്ല രസമാണ്. വൈകുന്നേരം സമയം പോകുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് ലൈറ്റൊക്കെ കണ്ട് ഒരു ഈവനിങ് വാക്കും കൂടിയായിരിക്കും. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.